നമസ്കാരം. റൈറ്റർ ഷാരിസ് മുഹമ്മദിന്റെ രചനയിൽ ഡിജോ അണിയിച്ചൊരുക്കിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ എന്ന് കണ്ടു. കഥേൻ്റെ പ്ലോട്ട് ചെറുതായിട്ട് പറയാം, സ്പോയിലറൊന്നും ഉണ്ടാവില്ല. അതായത് നാട്ടിൽ പണിക്കൊന്നും പോവാതെ രാഷ്ട്രീയം കളിച്ചെടുക്കുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കഥയിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. അത് ഇന്നത്തെ മതം കലർത്തി രാഷ്ട്രീയം വിളിക്കുന്ന ഒരുപാട് പാർട്ടികളെയും വർഗീയ പാർട്ടികളെല്ലാം ഈ സിനിമയിലൂടെ വിമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ അതിലൊരാൾ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നത്തിലകപ്പെടുന്നതും പിന്നെ അയാൾക്ക് നാട് വിട്ട് വേറെ രാജ്യത്ത് പോകേണ്ടി വരുന്നതും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പടം പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരുപാട് സർക്കാസ്റ്റിക് ആയ കോമഡികളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലതെല്ലാം നമുക്ക് വർക്കാവുന്നില്ല, ചിലത് വർക്കാവുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് പറഞ്ഞാൽ നമുക്കൊരു പൊളിറ്റിക്സ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പടത്തിൽ തിരികെ വെച്ച പോലെ അല്ലെങ്കിൽ തിരികെ കയറ്റിയ പോലെ ഒരു ഫീൽ തോന്നാൻ പാടില്ല. നമുക്കത് ഫീൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ പടം ഒരു പൊളിറ്റിക്സ് പടമാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ കഥ ഇപ്പോൾ ജനഗണമന കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ പൊളിറ്റിക്സ് നമുക്ക് ഒരു അനാവശ്യമായിട്ട് ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തൊക്കെ നമ്മൾ റൈറ്റർ പൊളിറ്റിക്സ് പറയുക അല്ലെങ്കിൽ ഡയറക്ടർ പൊളിറ്റിക്സ് പറയുക എന്നൊരു ഫീൽ നമുക്ക് എവിടെയും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പടത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നി. അതായത് കഥയും ഈ പൊളിറ്റിക്സും തമ്മിലൊരു മാച്ചില്ലായ്മ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രം ഫീൽ ചെയ്താണെന്ന് അറിയില്ല. പിന്നെ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു വളരെ പ്രഡിക്റ്റബിളായ സ്റ്റോറിയാണ്. പ്രഡിക്റ്റബിളായ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലൈമാക്സൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ കണക്റ്റ് ആയില്ല, പടം മൊത്തത്തിൽ കണക്റ്റ് ആയില്ല. പിന്നെ പടത്തിൽ നിവിൻ പോളി, ധ്യാന്, സനിൽകുമാർ, പിന്നെ ഈ ക്യാമിയറുള്ള ഷൈൻ ടോം ചാക്കോ, മഞ്ജിപ്പിള്ള ഇവരൊക്കെ പ്രകടനം അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു തിരക്കഥ വളരെ മോശമാണെങ്കിലും പടത്തെ ഉയർത്തിക്കൊണ്ടാവുന്ന പ്രകടനം കാഴ്ചയ്ക്കാൻ കഴിവുള്ളവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് പ്രകടനം കൊണ്ട് നിവിൻ പോളിയൊക്കെ വളരെ കാലത്തിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ പടമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ പടമാണെങ്കിലും പ്രകടനത്തിൽ നിവിൻ പോളി ഇതിലും മികച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് എനിക്ക് ഒരു പാട്ട് പോലും നമ്മൾ മനസ്സിൽ തങ്ങിക്കുന്ന ഒരു മ്യൂസിക്കൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഷാരിസ് മുഹമ്മദ്, ഡിജോ ആൻ്റണി എന്നൊക്കെ അവരോട് പറയുന്നത്, അവർക്ക് പൊളിറ്റിക്സ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാധ്യമത്തിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് പടത്തിൻ്റെ കഥയ്ക്ക് മുകളിൽ നിന്ന് സംസാരിക്കുന്ന രീതിയിലാവരുത് എന്നൊരു എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. എന്തായാലും എനിക്കൊരു ബിലോ ആവറേജ് പടമായിട്ട് തോന്നിയത്. നിങ്ങൾ സ്വന്തമായിട്ട് പടം കാണുക. പടം ഇഷ്ടപ്പെട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.